സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. ദൈവത്തെ ആരാധിക്കുന്നത് വിവിധ തരത്തിൽ നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുന്നുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാരും വിശുദ്ധന്മാരും ആരാധിക്കുന്ന രീതി വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവുന്നു വീണു, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുന്നു. വെളിപ്പാട് 7:11-12 ഭാഗങ്ങളാണ് നാം ഇത് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രവും മഹത്വവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്ന വെളിപ്പാട് 4:10 നാം കാണുന്നു. ആരാധനാ രീതി എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന പഴയ നിയമ സന്ദർഭങ്ങൾ ഒരുപാട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഉൽപ്പത്തി 24:26 അപ്പോൾ ആ മനുഷ്യൻ കുനിഞ്ഞ് കർത്താവിനെ നമസ്കരിച്ചു എന്നും, പുറപ്പാട് 36:8 എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നും, പുറപ്പാട് 4:31 അപ്പോൾ ജനം കർത്താവിനെ കുമ്പിട്ട് നമസ്കരിച്ചു എന്നും, 2 ദാനിയേൽ 29:29 യാഗം കഴിച്ചു തീർന്നപ്പോൾ ജനം സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് തലകുനിച്ച് നമസ്കരിച്ചു. ദാനിയേൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ പുരുഷനായിരുന്നുവെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന രീതി ദാനിയേൽ 6:10 കാണുന്നു. തൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേം ദേവാലയത്തിന് നേരെ തുറന്നിരിക്കുന്നു. ദാനിയേൽ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു പോന്നുവെന്നാണ് ഈ ഭാഗത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, വരുവിൻ നാം അവനെ വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക എന്നാണ്. മനുഷ്യൻ ആത്മതപനം ചെയ്ത് ഉപവസിക്കേണ്ടുന്ന രീതി വിവരിക്കുന്ന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ 58-ാം അധ്യായം. അതിൻ്റെ 5-ാം വാക്യത്തിൽ തലയെ വേഴത്തെ പോലെ കുനിക്കുക എന്നാവശ്യപ്പെടുന്നു. ഈജിപ്തിലെ നൈൽ നദി തീരത്തും യോർദാൻ നദീതടത്തിൻ്റെ ചതുപ്പ് നിലങ്ങളിലും ധാരാളം വളരുന്ന ഒരു ചെടിയാണ് വേഴം അഥവാ ബൾറഷ്. ഇത് ഞാങ്ങണ വർഗത്തിൽപ്പെട്ടതാണ്. തലപ്പുകൾ വളഞ്ഞ് വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന വേഴം കുനിഞ്ഞു നമസ്കരിക്കുകയാണെന്ന് തോന്നിപ്പോകും. നമ്മുടെ നെൽവയലുകൾ കൊയ്ത്തുകാലമാകുമ്പോഴേക്ക് പഴുത്ത് പാകമായി സ്വർണ്ണപ്രഭയുള്ള നെൽക്കതിരുകൾ തലപ്പുകൾ കുനിച്ച് കുമ്പിട്ട് വണങ്ങി നിൽക്കുന്ന മനോഹര ദൃശ്യം പഴയ തലമുറയിലുള്ളവർക്ക് അയവിറക്കാനുള്ള ഓർമ്മ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുമ്പിട്ട് നമസ്കരിക്കുക എന്നത് സെമിറ്റിക് മതങ്ങളിൽ പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. കുനിയുക, കുമ്പിടുക, സാഷ്ടാംഗ പ്രണാമം ചെയ്യുക എന്നിങ്ങനെ വിവിധ രീതികളിൽ നമസ്കാരം ചെയ്യുന്ന പതിവുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരാധനയ്ക്ക് നമസ്കരിക്കുക എന്ന പദമാണ് പൊതുവെ ഉപയോഗിച്ച് കാണുന്നത്. ശരീരം കൂടി പങ്കെടുക്കുന്ന ആരാധനയാണ് നമസ്കാരം. പൗരസ്ത്യ ആരാധനയിൽ ആത്മാവും മനസ്സും എന്ന പോലെ ശരീരവും ക്രമീകൃത രീതിയിൽ പങ്കെടുക്കുന്നു. കണ്ണുകൾ സ്വർഗോന്മുഖമാക്കി നിൽക്കുന്നത്, കൈകൾ നെഞ്ചത്ത് അടക്കി വയ്ക്കുന്നത്, കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നത്, കുനിഞ്ഞു വണങ്ങുന്നത്, കുമ്പിടുന്നത്, സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത്, കസ്തൂരി കൊടുക്കുന്നത് മുതലായവ ആരാധനയിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ തിരുമുമ്പാകെ താഴ്മയോടെ വിധേയപ്പെട്ട് സ്വയം സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. ഈ അംഗവിക്ഷേപങ്ങൾ ആരാധനയെ ചലനാത്മകവും അർത്ഥസമ്പൂർണവുമാക്കി തീർക്കുന്നു. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സർവശക്തനായ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പാകെയാണ് നാം പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി താഴ്മയോടും വിനയത്തോടും കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ കരയേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് ആരംഭിക്കുന്നതായ ഈ ദിവസത്തിൽ വിശുദ്ധ ദൈവമാതാവ് എപ്രകാരം ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി സമർപ്പിച്ചുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ദൈവസന്നിധിയിൽ ഏറെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും
ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപം പോലെ ഇമ്പമായി ഭവിക്കണമേ. സുഗന്ധധൂപം പോലെ അത് നിന്റെ സന്നിധിയിലേക്ക് ഉയരുമാറാകണമേ. അയോഗ്യരായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും പ്രീതിയോടെ കൈക്കൊള്ളുവാൻ നിനക്ക് കരുണ തോന്നണമേ. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയെ കേൾക്കുന്നവനേ, യാചനയെ നൽകുന്നവനേ, പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിയിടണമേ. പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചന